സമയം ഇപ്പോൾ 6 മണിയാണ്, വെളുപ്പാങ്കാലം. ശരിക്കും ഈ ഒരു മൺസൂണിൻ്റെ തുടക്കത്തിലുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം ഒരു പുതുമയാണല്ലേ. മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു പുതുമണം നമുക്ക് ലഭിക്കാറുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു മൺസൂൺ യാത്രയിൽ കൂടെ നമുക്കൊപ്പം നല്ല രസകരമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. നമ്മൾ ഈ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് പുഴകൾ, ഒപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന അരുവികൾ എന്ന് വേണ്ട മലകളൊക്കെ തന്നെ ഇങ്ങനെ പുതിയൊരു ഫീൽ നമുക്ക് കിട്ടും. അത്തരത്തിൽ കോടമഞ്ഞും ഒപ്പം തന്നെ മലകളൊക്കെ താണ്ടിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ യാത്രയിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ജേണി പോകാൻ പോകുന്നത്. എന്തായാലും ഈ യാത്രയിലേക്കായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തൃപ്രയാറിൽ നമ്മൾ കാട്ടൂർ ഇരിങ്ങാലക്കുട നേരെ ചാലക്കുടി അതിരപ്പള്ളി വഴിയാണ് നമ്മുടെ ഈ ഒരു യാത്ര തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്രയോ സ്ഥലങ്ങൾ കാണാനാണ്, അതായത് കുറച്ച് സ്ഥലങ്ങളല്ല, ഒരു ദിവസം കൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, വേറെ ആരല്ല, ഷാരോൺ, ദീപക് ആൻഡ് ഉണ്ണിക്കുട്ടൻ. അങ്ങനെ നമ്മൾ 4 പേരും ഒരുമിച്ച് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നില്ലേ. ഫുൾ കാടിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്രയാണ്. ഏത് സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുന്നിലൊരു ആന എത്താം, ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ യാത്ര നിങ്ങൾ കാണുമ്പോൾ, ഈ ഒരു വഴി കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുള്ളൊരു വഴിയായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല. സുപരിചിതമാണ് ഈ ഒരു വഴി, പലരും ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ട്. അത്ര മനോഹരമായിട്ടുള്ള ഈ ഒരു വഴി, ഈ ഒരു നല്ല മഞ്ഞുള്ള സമയത്ത് അല്ലെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കോട നമ്മുടെ വല്ലാത്തൊരു ഫീലായിരിക്കില്ലേ. അങ്ങനെ കാറിൻ്റെ വിൻഡോ ഒക്കെ തുറന്നിട്ട് ഞങ്ങൾ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാട്ടാനെ മുന്നിൽ പെടാം എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. റൈറ്റ്, ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യണം നമ്മളെന്ന് ഇങ്ങനെ ചിന്തിക്കും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു മഴ സീസണിൽ, മൺസൂൺ സീസണിൽ നമ്മൾ കവർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. പ്രത്യേകിച്ച് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ ഒരു യാത്രയ്ക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തന്നെ പൊറോട്ടയും പിന്നെ അതുപോലെ കുറുമക്കറിയൊക്കെ കൂട്ടിയിട്ട് ആദ്യം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം യാത്ര തുടങ്ങാം. ഇപ്പോൾ ഏത് ഏരിയയിൽ വെച്ചാൽ കുറച്ച് ഫോറസ്റ്റിൻ്റെയൊക്കെ ചെറിയൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും ഒപ്പം തന്നെ മലനിരകളും കാട്ടരുവികളൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ആദ്യം പൊറോട്ട കഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു കൊച്ചുമെടുക്കൻ അവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. മാംഗോസ്റ്റീൻ, ഒപ്പം തന്നെ റംബൂട്ടാൻ തുടങ്ങിയ പഴങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ നേരെ അവൻ്റെ അടുത്ത് പോയിട്ട് അവനൊന്ന് പരിചയപ്പെടാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കരുതി. എന്തായാലും അവൻ്റെ വിശേഷങ്ങളെ കുറച്ച് നമുക്ക് കണ്ടിട്ട് കേട്ടിട്ടൊക്കെ വരാമല്ലേ. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണോ നമ്മളിവിടെ നിന്ന് തന്നെ അല്ലേ? ആണോ? ആണോ? നിന്റെ പേരെന്താ? നമ്മൾ നേരെ പോകുന്ന വാഴച്ചാൽ അതിരപ്പള്ളി റൂട്ടിലേക്കാണ്. ശരിക്കും ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വാഴച്ചാൽ അതിരപ്പള്ളി മാത്രമല്ല, അവിടെ നിന്നും അതും കഴിഞ്ഞ് കുറേ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യാത്രയ്ക്ക് ചെയ്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുപാട് വെൽക്കം ചെയ്യുകയാണ്. ഇനി മനോഹരമായിട്ട് കുറേ കാഴ്ചകൾ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് തുമ്പൂർമുഴ ഡാമിൻ്റെ ഒരു എൻട്രൻസ് ആണ്. പക്ഷെ നമ്മളവിടെ കയറാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമുക്ക് കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വെറ്റിലപ്പാറ പാലത്തുമ്മലാണ് കേട്ടോ. ഇത് നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഏഴാറ്റുമുഖം ആ ഒരു പ്രകൃതി ഗ്രാമത്തിലേക്കാണ്. അവിടെ നമുക്ക് ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ആന വളരെ ഫേമസ് ആണല്ലേ. യെസ്, അങ്ങനെ ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് വരുന്നത് സിൽവർ സ്ട്രോമാണ്. ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ കുറച്ചും കൂടി നമ്മൾ അങ്ങ് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിരപ്പള്ളിയിലേക്ക് എത്തും. അങ്ങനെ ഒരു 1 ഡേ ട്രിപ്പിൽ എന്തെല്ലാം കാണാൻ പറ്റും അതെല്ലാം നിങ്ങളെ കാണിക്കാൻ പോകും. ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ 10 കിലോമീറ്റർ താണ്ടി നമ്മൾ അതിരപ്പള്ളിയുടെ സ്പെഷ്യൽ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് അതിരപ്പള്ളിയുടെ ആ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുക. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ തുലസിച്ച് വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. സോ എത്ര മനോഹരമാണല്ലേ. ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി കാണാനുള്ള ഈ സ്പെഷ്യൽ വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും അതിരപ്പള്ളിയിൽ നമ്മുടെ ഈ ഒരു വ്യൂ കാണാനായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയം, ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്ന സമയം ഏകദേശം 8:30 ഇവിടെ. കുറച്ചും കൂടി അങ്ങോട്ട് മാറിയിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ കൃത്യം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഒരു 9 മണിയോട് കൂടി നമ്മൾ അതിരപ്പള്ളി കാണാൻ കയറി കഴിഞ്ഞാൽ 5 മണിയോടുകൂടി തിരിച്ചിറങ്ങണം. തിരക്കുള്ള സമയത്ത് അതിൽ കൂടാറുണ്ടെന്നാണ് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞത്. എന്തായാലും എപ്പോഴും നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിരപ്പള്ളി വാഴച്ചാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിലൊന്നാണ്. അപ്പം തന്നെ കേരളത്തിലെ നയാഗ്ര എന്നും കൂടി നമ്മൾ അതിരപ്പള്ളിയെ പറയാറുണ്ട്.
ഓക്കെ, അങ്ങനെ നമുക്ക് കേരള ഫോറസ്റ്റ് റൈറ്റ് ലൈഫ് അതിരപ്പള്ളിയുടെ ടിക്കറ്റ് ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. അതായത് ഈ ഒരു എൻജോയ്മെൻറ്റ് നല്ല കോടയുണ്ട് ഈ ഒരു സമയത്ത്, നല്ല മഴയിലേക്ക് അതിരപ്പള്ളി നിറഞ്ഞ ഒഴുകാണ്. അധികം സുന്ദരിയാണ് ഈ സമയത്ത് അതിരപ്പള്ളി കാണാനായിട്ട്. അതായത് കുറച്ചുകൂടി വായിച്ചായിട്ടുള്ള ബെസ്റ്റ് വ്യൂ നമുക്ക് ആസ്വദിക്കാം. ഇതുപോലെ നല്ലൊരു ട്രക്കിംഗ് അനുഭവം നമുക്ക് അതിരപ്പള്ളിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് പ്രത്യേകിച്ച് നല്ല കോടമഞ്ഞുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്ത് വരണം ഇതുപോലെ അതിരപ്പള്ളിയുടെ ഒരു ട്രക്കിംഗ് കൂടി ആസ്വദിക്കാനായിട്ട്. ഇറങ്ങി വരുന്ന പടവുകൾ അത്രയധികം സുരക്ഷിതമാക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇറങ്ങി വരാനായിട്ട് കൃത്യമായിട്ട് കല്ലുകളൊക്കെ പതിച്ച് പാവിയിട്ടുണ്ട് നമ്മുടെ ഫോറസ്റ്റ് ടീം. ഇനിമേ എന്തായാലും നമ്മൾ അതിരപ്പള്ളിയുടെ ആ ഒരു ഗംഭീര വ്യൂവിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ ഇത്രയും ശക്തിയോട് കൂടിയിട്ട് എന്താ പറയുക, ഒഴുകി വീഴുന്നതിൻ്റെ ആ ഒരു ശബ്ദം നമുക്ക് ഇപ്പോൾ തന്നെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഒരുപാട് സഞ്ചാരികൾ പല ഭാഗത്തു നിന്നും നമ്മുടെ അതിരപ്പള്ളി കാണാനായിട്ട് എത്താറുണ്ട്. മാത്രമല്ല മഴ ആയതുകൊണ്ട് കുളിക്കാൻ ഇവിടെ അനുവദിക്കില്ല പുഴയിൽ. കാരണം ഈ സമയത്ത് നല്ല ശക്തിയായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ, ഒപ്പം തന്നെ ഈ ഒരു സമയത്ത് ശക്തിയായിട്ടുള്ള വെള്ളം വരുന്നതുകൊണ്ട് അതിരപ്പള്ളി കാണാൻ കുറച്ചും കൂടി കുതിച്ചു പാഞ്ഞെത്തുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഇങ്ങനെ തൂമഞ്ഞ് പോലെ പൊഴുകിയെത്തുന്ന മഴത്തുള്ളികളെ ആസ്വദിക്കാനായിട്ട്. ഇത് മഴ പെയ്യുന്നതല്ല കേട്ടോ, ശരിക്കും ആ ഒരു അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വെള്ളത്തുള്ളികളിങ്ങനെ മുകളിലേക്ക് പോയി നമ്മളിങ്ങനെ കാറ്റ് പോലെ വീശി തഴുകി തലോടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. സോ അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നേരിട്ട് ഈ മൺസൂൺ സമയത്ത് ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുക. സോ ഇതിനോടൊപ്പം തന്നെ വെയിൽ ഉദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മഴവില്ലിൻ്റെ നിറവും നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതിരപ്പള്ളിയുടെ കാലാവസ്ഥ ഇന്നും ഏറെ പുതുമയുള്ളതാണ്. ഏത് സമയത്ത് വന്നാലും നമുക്ക് വല്ലാത്തൊരു ഫീലാണ് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ കുളിച്ച് സുന്ദരമായിട്ടൊരു ഫ്രഷ് മൈൻഡോടുകൂടി നമുക്ക് റീഫ്രഷ് ആയിട്ട് പ്രകൃതി ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മഴവില്ല് സൂര്യനുദിച്ചപ്പോൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ചയാണ് ഈ കാണുന്നത്. വെള്ളച്ചാട്ടം കാണാനൊക്കെ അതിമനോഹരമാണ്. ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് നമുക്കിതിൽ ഇറങ്ങി കുളിക്കാമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേഗത, ഇതിൻ്റെ ഒരു ആഴം നമുക്ക് എത്രമാത്രമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഈ പാറക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് ഉണ്ടാകുന്ന കുഴികളുണ്ട്. അപ്പോൾ ഈ വെള്ളം അമിത ചുഴിൽ വരുന്ന സമയത്ത് ചുഴിൽ പെട്ടിട്ട് പല ആളുകളും ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ചുഴിൽ പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ മനോഹാരിതയൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഓരോ കയറുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ അതിരപ്പള്ളി വാഴ്ച വെള്ളച്ചാട്ടം ആസ്വദിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ നിമിഷം നമ്മൾ ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട്. ോട് ചെറിയ കോട്ട് നിങ്ങൾ കരുതിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഡ്രസ്സ് കരുതണം. അല്ലെങ്കിൽ ഇതുപോലെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നീടുള്ള മക്കള് നമ്മുടെ ശരീരത്തിന് ഒന്നുകൂടെ വന്നതിലൂടെ വെള്ളമിറങ്ങി കുളിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് നിന്നാൽ മതി. കുളിച്ചിട്ട് തിരിച്ചിട്ട് സീസണാണ് എത്തിയിട്ടുള്ളത്. ബാക്കിയൊക്കെ ആ ഒരു പ്രത്യേകത ഇതാണ്. ുള്ള വെള്ളച്ചാട്ടം അപകടങ്ങളേറെയാണ്. ശക്തിയോട് കൂടി ഒരു ഏരിയയാണ് നമ്മുടെ അതിരപ്പള്ളി. ഈ ഒരു ഏരിയ ശരിക്കും ബാഹുബലിയുടെ ഒരു ഷൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അതൊക്കെ ഇവിടെ നിലവിലേക്ക് എതിരുണ്ട്. നിരവധി തമിഴ് മൂവീസ്, മലയാളം മൂവീസ്, അങ്ങനെ ജയ്സന്റെ സിനിമ അതിനെ ഇവിടെ നാട്ടിൽ കൂടി അത് ദൈവം തന്നെ എനിക്ക് വലിയ സ്വപ്നമാണ്. വളരെ ദോഷം കണ്ടുപിടിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോഷം ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ, പ്രകൃതി നമുക്ക് അതിൽ ഒരുക്കി വെച്ചിട്ടുള്ള മനോഹാരിത, ഇതൊക്കെയാണ് മഴക്കാലം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങളേറെയാണ്. ശ്രദ്ധാപൂർവ്വം വിടുത്തുക. കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യത്തെ നിലവാരം കൃത്യമായി പാലിക്കുകയും വേണം. അത് ഏറെ
മാനത്ത് വിരിയുന്ന 7 നിറത്തിലുള്ള റെയിൻബോ മഴവില്ല് ഇതാ ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ അതിമനോഹരമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്രകൃതി ദൃശ്യമാണ്. സോ വണ്ടർഫുൾ. വെള്ളച്ചാട്ടം കാണാനൊക്കെ അതിമനോഹരമാണ്. ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഇറങ്ങി കുളിക്കാമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വേഗത, ഇതിൻ്റെ ഒരു ആഴം നമുക്ക് എത്രമാത്രമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഈ പാറക്കെട്ടുകൾ കാണുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് ഉണ്ടാകുന്ന കുഴികളുണ്ട്. അപ്പോൾ ഈ വെള്ളം അമിത ചുഴിയിൽ വരുന്ന സമയത്ത് ചുഴിയിൽ പെട്ടിട്ട് പല ആളുകളും ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ചുഴിയിൽ പെട്ടിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വരുന്ന സഞ്ചാരികൾ ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ മനോഹാരിതയൊക്കെ അടിപൊളിയാണ്. ഇവിടെ ഓരോ കയറുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം എത്തുന്ന ഓരോ വിനോദസഞ്ചാരികളും ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ആസ്വദിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ നിമിഷം. കമോൺ, ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട്. യെസ്, അങ്ങനെ ഇതൊക്കെ വാങ്ങി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ നേരെ പോകുന്നത് വാഴച്ചാൽ അതിരപ്പള്ളി റൂട്ടിലേക്കാണ്. ശരിക്കും ഒരു 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ വാഴച്ചാൽ അതിരപ്പള്ളി മാത്രമല്ല, അവിടെ നിന്നും അതും കഴിഞ്ഞ് കുറേ നല്ല പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഈ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും കൂടി വെൽക്കം ചെയ്യുകയാണ്. ഇനി മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കുക. ഇപ്പോൾ നേരെ എത്താൻ പോകുന്നത് നമ്മുടെ വാഴച്ചാലിലേക്കാണ്. വാഴച്ചാൽ കഴിഞ്ഞ് നമ്മൾ നേരെ മലക്കപ്പാറയിലേക്ക് പോകും. മലക്കപ്പാറയിൽ നേരെ വാൽപ്പാറയിലേക്ക് എത്തും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ശരിക്കും കാനനപാതയിലുള്ളൊരു യാത്രയിൽ നിരവധി മൃഗങ്ങളെ കാണാൻ സാധിക്കുന്നുള്ള പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തൊക്കെ കാണാൻ സാധിക്കുന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഒരു വെള്ളച്ചാട്ടം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മനോഹരമായ വെള്ളച്ചാട്ടം. ഇതാണ് ശരിക്കും നമ്മുടെ അതിരപ്പള്ളിക്കും അതുപോലെ തന്നെ വാഴച്ചാലും ഇടയിൽ വരുന്ന ചാർപ്പ വെള്ളച്ചാട്ടം. സോ ഇവിടെ നിന്ന് ആസ്വദിക്കാൻ മനോഹരമായിട്ടുള്ള പാലങ്ങളൊക്കെ ഉണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാണ് വാഴച്ചാലിൻ്റെ എൻട്രൻസ് ആണിത്. ചെക്ക് പോസ്റ്റ്. ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്തി അവിടെ നമ്മുടെ വണ്ടി നമ്പർ അതുപോലെ തന്നെ ടൈം ഒക്കെ കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ യാത്ര തുടരണം. ഇങ്ങനെ അതിരപ്പള്ളിയും ചാപ്പ പാലമെല്ലാം കഴിഞ്ഞിട്ട് ആ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വാഴച്ചാലിൽ എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ നേരെ വാൽപ്പാറയ്ക്ക് പോവാണ്. ഇവിടെ നമ്മൾ ഫോറസ്റ്റ് ഗാർഡ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളെ അങ്ങോട്ട് അയക്കുക. ഓക്കെ, എന്തായാലും നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാഴ്ചയിൽ പോകുന്ന വഴി. വർഷങ്ങളേറെ പഴക്കമുള്ളൊരു ഇരുമ്പ് പാലമാണിത്. നിരവധി സിനിമകളുടെ ലൊക്കേഷനും കൂടിയായിരുന്ന ഒരു പാലത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ പോകുന്ന വഴിയെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ പാലം. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനടുത്തുള്ള പാസ്സാണിത്. ശരിക്കും ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു വനമേഖലയിലൂടെ കടന്നു പോയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് ശരിക്കും നമ്മൾ 10:15 കൂടിയിട്ടാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഔട്ട് ആവേണ്ട ഒരു സമയം, അത് മലക്കപ്പാറയിൽ ഔട്ട് ആവേണ്ടത് 12:15 കേട്ടോ. യാത്ര ചെയ്യുന്നതിന് ഇരുവശങ്ങളും കാണുന്നത് ഈറ്റക്കാടുകളാണ് കേട്ടോ. ഈ ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ നിരവധി ആനകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അങ്ങനെ ഈറ്റക്കാടിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളിങ്ങനെ പേടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആന ഞങ്ങളുടെ ചുറ്റുപാടൊന്നും വന്നില്ല. അതൊരു ഭാഗ്യമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരിക്കും ആന വരാമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ അവിടെ നിന്നിട്ട് നമ്മളൊന്ന് വണ്ടി നിർത്താനൊക്കെ ഒന്ന് ആഗ്രഹിച്ചെങ്കിലും പിന്നെ ആനയെ പേടിച്ച് ഞങ്ങൾ വണ്ടി നിർത്തിയില്ല, നേരെ വിട്ടു.
ഈ ഈറ്റക്കാടിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ മഴ പെയ്യുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സ്പെഷ്യൽ അനുഭവമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘങ്ങളെ മൂടി നിൽക്കുന്നത് പോലെ മഞ്ഞുകട്ടകൾ അതുപോലെ തന്നെ കോടകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു യാത്രയുണ്ടല്ലോ, വല്ലാത്ത സ്പെഷ്യൽ യാത്രയായിരുന്നു. നല്ല കാറ്റത്ത് മഴയത്തും ഈറ്റക്കാടിൻ്റെ ഉള്ളിലുള്ള യാത്ര, പ്രത്യേകിച്ച് വന്യമൃഗങ്ങൾ മുന്നിൽ വരുമോ എന്നുള്ളൊരു ഭയം, ഇതെല്ലാം ഞങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ രസകരമായിട്ട് ഈ മഴക്കാലം ആസ്വദിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതുകൊണ്ട് തന്നെ ഈ ഈറ്റക്കാടിനുള്ള ഈ ഒരു മഴ കൊണ്ടുള്ള യാത്ര അടിപൊളിയായിരുന്നു. ഇനി അതിമനോഹരമായിട്ടുള്ളൊരു തടാകമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങ് കോടമഞ്ഞിൽ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഈ തടാകം കാണാനായിട്ട് കണ്ണിന് വല്ലാത്തൊരു കുളിർമയാണ്. ഇവിടെ നിന്ന് മലക്കപ്പാറയിലേക്ക് 21 കിലോമീറ്റർ ഉണ്ട്. വാൽപ്പാറയിലേക്ക് 47 കിലോമീറ്ററാണുള്ളത്. അത് കഴിഞ്ഞ് പൊള്ളാച്ചിയാണ് 103 കിലോമീറ്റർ. പ്രകൃതി എന്നൊരു അത്ഭുതമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എപ്പോഴും നമുക്ക് പ്രകൃതി തന്നുകൊണ്ടേയിരിക്കും. ദുരന്തങ്ങൾക്ക് ഒപ്പം തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കാഴ്ച വിരുന്നായി മാറാറുണ്ട്. ശരിക്കും മഞ്ഞും മഴയും ഒപ്പം തന്നെ അതിലൂടെ സംഭവിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് പുതുമ പകരാറുണ്ട്. ഇപ്പോൾ കോടമഞ്ഞിൻ്റെ ആ ഒരു പശ്ചാത്തലം, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലക്കപ്പാറയ്ക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു സ്പെഷ്യൽ വിഷ്വലാണ്. കാടെന്ന് പറഞ്ഞു വേണ്ട, ഈ കാടിൻ്റെ ഉള്ളിൽ വന്യമൃഗങ്ങളൊക്കെ തന്നെയുണ്ട്. എപ്പോഴാണെന്നുണ്ടെങ്കിലും വന്യമൃഗങ്ങൾ ഇങ്ങനെ ഈ കാടിറങ്ങി ഈ റോഡിലേക്കൊക്കെ വരാറുണ്ട്. രാത്രി സഞ്ചാരമില്ലാത്തൊരു റോഡാണിത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തായാലും വാഴച്ചാൽ ടു വാൽപ്പാറ റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയ മഴയുണ്ട്, ഒപ്പം തന്നെ നല്ല കോടമഞ്ഞുണ്ട്. ഈ കാട് നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന വഴികളൊക്കെ ചെറുപാലങ്ങൾ, ഒപ്പം തന്നെ അതിനോടൊപ്പം തന്നെ വരുന്ന ചെറിയ ചെറിയ നീർച്ചോലകൾ, വെള്ളച്ചാട്ടങ്ങൾ എല്ലാം പുത്തൻ അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ മഴ സീസണിലും ഈ ഒരു സ്ഥലത്തിന് പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്കിടയിൽ നല്ല മഴ കിട്ടി കേട്ടോ. നല്ല ഹെവി റെയിൻ ആയിരുന്നു. റൈറ്റ്, ഒരു രക്ഷയില്ല. മഴയോടൊപ്പം ആ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കാണാൻ എത്ര രസമാണല്ലേ. ഒന്നും പറയണ്ട, കോടമഞ്ഞിൻ്റെ തണുപ്പ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്കും ബോഡിയിലേക്കും ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മഴയ്ക്കൊപ്പം ഞങ്ങൾ നേരെ മലക്കപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റാണെന്ന് തോന്നുന്നു അത് അല്ലേ. റൈറ്റ്, ഇനി ഇത് കടക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ആന വന്നോന്നും സംശയം ഉണ്ടായിട്ടോ. ചെറുതായിട്ട് ആനപ്പിണ്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികളുടെ ആ ഒരു നിരയും നമുക്ക് കാണാൻ സാധിച്ചു. അവിടുത്തെ മറ്റൊരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ചുറ്റിനും ഇങ്ങനെ കണ്ണ് നിറയെ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന ബോർഡ് ശ്രദ്ധിച്ച് നോക്കൂ. വാൽപ്പാറയിലേക്ക് 25 കിലോമീറ്ററും ഒപ്പം തന്നെ വെൽക്കം ടു തമിഴ്നാടു. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ തമിഴ്നാടായിട്ടുണ്ട്. അതിൻ്റെ ബോർഡാണ് കാണുന്നത്. വാൽപ്പാറയിലേക്ക് 25 കിലോമീറ്ററും ഒപ്പം തന്നെ പൊള്ളാച്ചിയിലേക്ക് 82 കിലോമീറ്ററും ഊട്ടിക്ക് ഇവിടെ നിന്ന് ഏകദേശം 213 കിലോമീറ്ററും അപ്പം കൊടൈക്കനാലിലേക്ക് 201 കിലോമീറ്ററുമാണുള്ളത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഷോള ഡാമിലേക്കാണ് കേട്ടോ. അതിൻ്റെ താഴത്തെ ആ ഒരു പാലത്തിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ കാണുന്നതാണ് ഷോള ഡാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു. വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചെറു ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ കടന്നു പോകും. മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. നേരെ എത്തിയിരിക്കുന്നത് മലക്കപ്പാറയിലാണ്. മലക്കപ്പാറയുടെ അടുത്താണ് ഷോളയ ഡാം. ഈ ഷോളയ ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് നമ്മളങ്ങനെ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ എവിടെയാണ്? ഷോളയ ഡാമിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഷോളയ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോളയ ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിക്കുളം
ആളയാർ പദ്ധതിയുടെ കീഴിലുള്ള സുപ്രധാന അണക്കെട്ടുകളിൽ ഒന്നാണ് നമ്മുടെ ഷോളയാർ അണക്കെട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 160 അടി 49 മീറ്റർ ജലസംഭരണ ശേഷിയാണ് ഈ ഒരു ഷോളയാർ ഡാമിന് ഉള്ളത്. ഇപ്പോൾ മഴയുണ്ട്, എന്നാൽ പോലും ഡാമിൽ വെള്ളം വളരെയധികം കുറവാണ്. പിന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ഷോളയാർ ഡാമിന്. അങ്ങനെ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിലൂടെ യാത്ര ചെയ്ത് നമ്മൾ വാൽപ്പാറ ടൗണിലേക്ക് എൻട്രി ചെയ്യുകയാണ് കേട്ടോ. വല്ലാത്തൊരു ഫീലാണ് ഈ ഒരു യാത്രയ്ക്കിടയിൽ നമുക്ക് ലഭിക്കുന്നത്. ചുറ്റിനെയും കാണുന്ന കടകളിൽ നിരവധി ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കാനുണ്ട്. ഉള്ളെത്തി തുടങ്ങിയത് മുതൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വാൽപ്പാറയിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ 7th ഹെവൻ എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ചുരങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നല്ല തണുപ്പും കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് എത്തിയപ്പോൾ അവിടെ നിർത്തി. സോ ആ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളുണ്ടായിരിക്കും. ഇവിടെ തണുപ്പും കോടമഞ്ഞൊക്കെ നിറഞ്ഞ് ഞങ്ങൾക്ക് വല്ലാത്തൊരു സ്പെഷ്യൽ ഫീലാണ് കിട്ടിയത്. സോ കണ്ടില്ലേ എൻ്റെ പുറകിൽ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ വ്യൂ, വാ എത്ര മനോഹരം. അങ്ങനെ അവിടെ നിന്ന സമയത്താണ് വിശപ്പ് തുടങ്ങിയത്. ദീപക്കിനും ഷാരോണും കഠിനമായിട്ടുള്ള വിശപ്പ് തുടങ്ങിയപ്പോൾ സുടു ചായ, അത് ചുടി ചായ ഷാരോണിൻ്റെ പല്ലവിയാണ്. അങ്ങനെ ഈ നല്ല കൊടും തണുപ്പത്ത് നല്ല ചൂടുള്ള മാഗിയും ചായയും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചൂട് ചോളവും നൈസ് ചില്ലി ഗോപിയും അടിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് തേയിലത്തോട്ടത്തിലേക്ക് കയറി. എന്ത് മനോഹരമാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. മരങ്ങൾക്കിടയിലൂടെ കോട ഇങ്ങനെ തിങ്ങി വിങ്ങി നിൽക്കാണ് കേട്ടോ. ഫുൾ തേയിലക്കാട്ടിൻ്റെ നടുവിൽ, തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തേയില, ഒപ്പം തന്നെ കാപ്പി, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ആളുകളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന പേര്. അതായത് ഇവിടെ തേയില കൃഷി ഇത് പൊതുവെ എനിക്കൊന്നും കമ്പനിക്കാരിലൊക്കെയാണ്. പക്ഷെ ഇവിടെ തേയില നുള്ളി ജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ആസ്വദിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് വന്നിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ വീട്ടിൽ നടക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൽ കൂടെ നടക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കുന്നുണ്ട്. താഴെ എന്തെങ്കിലും അട്ടകളോ സാധനങ്ങളൊക്കെ. പിന്നീട് അങ്ങോട്ട് യാത്ര തുടർന്നപ്പോൾ ഫുൾ കോടയായിരുന്നു. ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല കാറിൻ്റെ വിൻഡോയിലൂടെ. പിന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഫുൾ ഞങ്ങൾ എനർജി ഓൺ മൂഡായി. ഷാറോണും ഞാനും തുടങ്ങി അങ്ങ് ഡാൻസ്. പിന്നാലെ ഉണ്ണിക്കുട്ടനുണ്ടായിരുന്നു കേട്ടോ. ദീപക് ആ സൈഡിൽ അങ്ങ് മാറി നിന്നിട്ട് അതങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളായൊരു 7th ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലെത്തിയിട്ട് നമ്മുടെ സ്പീക്കറൊക്കെ വെച്ചിട്ട് തുടങ്ങി അങ്ങോട്ട്. യെസ്, അങ്ങനെ പക്ക കുറച്ച് ഡപ്പാങ്കുത്ത് സോങ്സൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് തമിഴ്നാട്ടുകാരും കൂടി കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ തമിഴ്നാട്ടും മലയാളിയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഡപ്പാങ്കുത്ത് ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞ് അങ്ങനെ എൻജോയ് മൂഡിലേക്ക് ഞങ്ങളെത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയുണ്ടായിരുന്നു. അതിനിടയിലും ഷാരോൺ തകർത്ത് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. സോ എന്തുകൊണ്ട് ഈ സ്ഥലത്തിന് 7th ഹെവൻ എന്ന് പറഞ്ഞു ചിന്തിച്ചിട്ടുണ്ടോ? അത്രയും മനോഹരമാണ് കേട്ടോ. അതായത് മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് 7th ഹെവൻ എന്ന് പറയുന്നത്. സോ എത്രമാത്രം ഭംഗിയാണ് യൂക്കാലിസ് മരങ്ങൾ പോലത്തെ ആ മരങ്ങൾ കാണാനായിട്ട്. ഇത് യൂക്കാലി മരം എന്നല്ല കേട്ടോ, ഞാൻ ചുമ്മാ തള്ളി വിട്ടതാണ്. ഇനി എന്തായാലും ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്രയ്ക്കൊപ്പം കൂടിക്കോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതാണ് 7th ഹെവൻ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്. നിറയെ തേയിലത്തോട്ടങ്ങൾ. ഇത് മാത്രമല്ല ഇവിടെ വാട്ടർഫോൾസ് എന്നാണ് ഇതിൻ്റെ പേര്. ഒരു പക്ഷേ വാട്ടർഫോൾസ് ഇല്ലാത്തൊരു സ്ഥലത്തിൻ്റെ പേരിങ്ങനെ കേൾക്കുമ്പോൾ 7th ഹെവൻ തീർച്ചയായിട്ടും അത്രത്തിൽ ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഏരിയ. ശരിക്കും നമ്മൾ ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഏറെ പ്രതീക്ഷ വരുമ്പോൾ ഗംഭീരം. നമ്മുടെ ഒരു ടോട്ടലി സൂപ്പർ വൈബ് ആക്കാനായിട്ട് ഈ ഒരു പ്ലേസും ഒരു ഏരിയ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. വണ്ടർഫുൾ ഏരിയ. തീർച്ചയായിട്ടും വീട്ടിൽ വന്നിട്ട് എൻജോയ് ചെയ്ത് പോവേണ്ട ബ്യൂട്ടിഫുൾ 7th ഹെവൻ. വണ്ടർഫുൾ എത്ര ഭയങ്കരമായിട്ടുള്ള കോടയാണ് കാണുന്നത്.
അങ്ങനെ 7th ഹെവനിലെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൊള്ളാച്ചി ചുരം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. ശരിക്കും ഈ ഒരു ചുരം ഒരുപാട് റൗണ്ട് ചെയ്ത് വരണം കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നു 40-ലേറെ ഹെയർബിൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ഓരോ ഹെയർബിനും ഓരോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പേര് നൽകിയിട്ടുണ്ട്. ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ആ ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ പക്ഷിയുടെയും പേരനുസരിച്ചിട്ടാണ് ഈ ഒരു 40 ഹെയർബിനുകൾ ഈ പറഞ്ഞ പോലെ കടന്ന് നമ്മൾ പൊള്ളാച്ചി ചുരം ഇറങ്ങി താഴെത്തുന്നത്. ഇതിന് താഴെയാണ് ആളിയാർ ഡാമുള്ളത്. നമ്മുടെ നരൻ സിനിമയുടെ ലൊക്കേഷനായിരുന്നത്. കൂടാതെ നിരവധി സിനിമയുടെ ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ഈ ആളിയാർ ഡാം. ഈ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിൽ. കാരണം നിരവധി സഞ്ചാരികൾ വന്നിട്ടുണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള വാഹനങ്ങളായിട്ട്. അങ്ങനെ ഏറെക്കുറെ രാത്രിയായിട്ടുണ്ട്. ഏകദേശം ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ തൃശ്ശൂരിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കുറച്ചൊക്കെ വഴി തെറ്റി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും താഴെ ഇറങ്ങിയപ്പോൾ ഒത്തിരി രാത്രിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയ ഒരു കാഴ്ച മനോഹരമായിരുന്നു. നേരെ പാലക്കാട് നിന്ന് നമ്മൾ നേരെ തൃശ്ശൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുതിരയാൻ ചുരം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോ. ഇനി വ്യത്യസ്തമായിട്ടുള്ള നിരവധി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. കാത്തിരിക്കുക.